പാകിസ്ഥാനിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.2 തീവ്രത രേഖപ്പെടുത്തി. പുലർച്ചെ 3:54 ഭൂചലനം. മുൾട്ടാനിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. നാശനഷ്ടം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇതിനിടെ പാകിസ്ഥാനിൽ സൈനികർക്ക് നേരെ ചാവേർ ആക്രമണം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നു. സൈന്യത്തിന്റെ ബോംബ് ഡിഫ്യൂസൽ സ്ക്വാഡിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 13 സൈനികർ കൊല്ലപ്പെട്ടു. സിവിലിയൻ ഉൾപ്പെടെ 29 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. അഫ്ഗാൻ താലിബാന്റെ പാക് ഘടകമായ തെഹ്രീക്ക് താലിബാനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യ എന്ന പാക് ആർമിയുടെ വാദം തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നത്. തെഹ്രീക്ക് താലിബാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷവും ഇങ്ങനെ പാക് ആർമി ഇത്തരം ഒരു വാദം ഉന്നയിക്കുന്നത് അസ്വാഭാവികമായി തോന്നി. എന്താണ് ഇന്ത്യയുടെ അതിനോടുള്ള പ്രതികരണം? എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെ വിവരങ്ങൾ ഈ ആക്രമണത്തെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിലെ സൈനികർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. 500 കിലോ എക്സ്പ്ലോസീവുമായിട്ട് വരുന്നൊരു വാഹനം നേരെ സൈനിക വാഹനത്തിന് നേരെ ചെന്നിടിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അത് വലിയ രീതിയിലുള്ള സ്ഫോടനം ഉണ്ടാവുകയും കൂട്ടത്തിലുണ്ടായിരുന്ന 13 പാക് സൈനികർ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ചുറ്റുപാടുമുണ്ടായിരുന്ന പ്രദേശത്തുണ്ടായിരുന്ന 29ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതിൽ കുട്ടികളടക്കം സ്ത്രീകളടക്കമുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ആക്രമണത്തിന് പിന്നിൽ ഹാഫിസ് ഗുൾ ബഹദൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്. അത് അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന സംഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ ഹാഫിസ് ഗുൾ ബഹദൂർ. അയാൾ നേതൃത്വം കൊടുക്കുന്ന സംഘടന. ഇവരാണ് ഇപ്പോൾ പാക് സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ പാകിസ്ഥാനിലെ വാസിർസ്ഥാൻ, നോർത്ത് ഖൈബർ പഖ്തൂൻഖ്വായിലെ നോർത്ത് വാസിർസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിനു മുമ്പും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും ആക്രമണം ഉണ്ടായി. അന്നും 8 സൈനികർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് തുടരെ പാകിസ്ഥാനിൽ സൈനികർക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പാക് ആർമി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയാണ് പാകിസ്ഥാനിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്, അതിനെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള തരത്തിലാണ് പാകിസ്ഥാൻ ആർമി പറയുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബാലാകോട്ട് ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഒരു തിരിച്ചടി നൽകിയിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഫൈറ്റർ പൈലറ്റായിട്ടുള്ള അഭിനന്ദൻ വർദ്ധമൻ അന്ന് പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. ആ അഭിനന്ദൻ വർദ്ധമനെ തങ്ങൾ പിടിച്ചെടുത്തു, അല്ലെങ്കിൽ തങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അത് പ്രഖ്യാപിച്ച ഒരു മേജറുണ്ട്, മേജർ മോയിസ് അബ്ബാസ്. അദ്ദേഹമടക്കം പാകിസ്ഥാന്റെ മേജർ മോയിസ് അബ്ബാസ് അടക്കം കഴിഞ്ഞ ആഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഇതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമി രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്നലെ രാത്രി തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ ഏത് തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാലും അതിൽ ഇന്ത്യക്ക് പഴിചാരുന്നത് പാകിസ്ഥാന്റെ ഒരു സ്വാഭാവിക നടപടിയാണ്. ഇന്ത്യക്ക് ഒരു തരത്തിലൊരു പങ്കില്ലാന്നും പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള വാദത്തെ തള്ളിക്കൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തന്നെ രംഗത്തെത്തിയിരുന്നു. അതേസമയം വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണത്തിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ അതിൽ അന്വേഷണം എന്താണ്, അവിടെ കൂടുതൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ തെഹ്രീക്ക് ഇൻസാഫ് മാത്രമാണോ എന്നുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. നോർത്ത് വസീറിസ്ഥാനിൽ മിർ അലി ഏരിയയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായത്. ഇതിൻ്റെ ഉത്തരവാദിത്വം അവിടുത്തെ തീവ്രവാദി സംഘടനകൾ ഏറ്റെടുക്കുമ്പോൾ പോലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് നേരെ ഒരു ആരോപണമുണ്ടായി. പക്ഷേ അത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി എതിർത്തിരിക്കുകയുമാണ്.